നമസ്കാരം. അമേരിക്കയിൽ വെടിപൊട്ടിച്ച് ചൈന. ട്രംപിനെ തളയ്ക്കാൻ ചൈന അമേരിക്കയിൽ. അമേരിക്ക ഇറാൻ യുദ്ധം ചൈനയുടെ സമ്പാദ്യ വ്യവസ്ഥയെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെ സൃഷ്ടിക്കുന്നത്, അതിനകത്ത് ഏൽപ്പിക്കുന്നത് കനത്ത ആഘാതമാണ്. അതുകൊണ്ട് തന്നെ ചൈന വെടിപൊട്ടിക്കുന്നത് അമേരിക്കയ്ക്കെതിരെയാണ്. കാരണം ട്രംപിനെ തളയ്ക്കേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. ട്രംപിനെ കുറിച്ച് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിയായി ട്രംപ് മാറിയെന്നാണ്. ഭ്രാന്തൻ എന്ന് പറയുന്നതിന് തുല്യം. അപ്പോൾ അങ്ങനെയുള്ള ട്രംപിനെ തളയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ ചൈനയുടെയും ആവശ്യമാണ്. കാരണം യുദ്ധക്കൊതിയന്മാരായി തീരുന്നു ട്രംപും ഇറാനുമൊക്കെ. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ എത്തുകയാണ് ചൈന. കാരണം ട്രംപിനെ തളയ്ക്കുക എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ്. ഷീ ജിൻപിങ് ട്രംപിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതാണ്. അതിനുള്ള കരുക്കൾ നീക്കുകയാണ് ഇനി ചൈനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നയതന്ത്ര തലത്തിൽ ചൈന കരുത്തുറ്റ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും ഷീ ജിൻപിങ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ് ചൈനയുള്ളത്. അമേരിക്ക ഇറാൻ യുദ്ധം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ കനത്ത ആഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ വ്യാപാര നികുതികളെ ചൈന അതിജീവിച്ചെങ്കിലും നിലവിലെ മിഡിൽ ഈസ്റ്റ് സംഘർഷം ചൈനീസ് നിർമ്മാണ മേഖലയെയും കയറ്റുമതിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതോടെ ചൈനയിലെ ഫാക്ടറികളിൽ ഉൽപാദന ചെലവ് കുതിച്ചുയരുകയും ഓർഡറുകൾ കുറയുകയും ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് BBC ആണ്. ചൈനയിലെ പ്രധാന വ്യാവസായിക കേന്ദ്രമായിട്ടുള്ള ഗോങ്ഷുവിലെ തുണി വിപണിയിൽ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് തിരിച്ചടിയാവുകയാണ്. തുണിത്തരങ്ങൾ നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില ഏകദേശം 20% വർദ്ധിച്ചതോടെ പല വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഉൽപാദന ചെലവ് വർദ്ധിച്ചുവെങ്കിലും വിദേശ ഉപഭോക്താക്കൾ കൂടുതൽ പണം നൽകാൻ തയ്യാറാകാത്തത് ഈ ചെറുകിട വ്യാപാരികളെ അടക്കം പ്രതിസന്ധിയാക്കുകയാണ്. ഇത് തൊഴിലാളികളുടെ വേതനം കുറയുവാനും തൊഴിലില്ലായ്മ വർദ്ധിക്കുവാനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോസാനിലെ നിർമ്മാണ ഹബ്ബുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ് കഴിയുന്നത്. മണിക്കൂറിന് വെറും 18 മുതൽ 20 യുവാൻ വരെയാണ്, ഏകദേശം $2 മുതൽ $3 വരെ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പല തൊഴിലാളികളും അപ്പോൾ പ്രതികരിക്കുന്നത് ഞങ്ങളുടെ ജീവിതം എന്താണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്നാണ്. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഈ പാവങ്ങൾക്കിടയിൽ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന് പറയപ്പെടുന്നത് പുകയുകയാണ്. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായിട്ടുള്ള കയറ്റുമതി മേഖലയിലെ മാന്ദ്യം എന്ന് പറയപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിരുന്നാലും ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിച്ചത് ചൈനയുടെ ഇലക്ട്രിക് വാഹന മേഖലയ്ക്ക് ഗുണകരമാകുന്നുണ്ട്. മാർച്ചിൽ മാത്രം ചൈന ഏകദേശം 3,50,000 ഇലക്ട്രിക് വാഹനങ്ങളാണ് കയറ്റുമതി ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചതോടെ ലോകമെമ്പാടും ചൈനീസ് EVകൾക്ക് പ്രിയമേറുന്നു. എന്നാൽ യുദ്ധം മൂലം മിഡിൽ ഈസ്റ്റിലേക്കുള്ള കയറ്റുമതി തടസ്സപ്പെട്ടത് വലിയ വിപണി നഷ്ടമാകാൻ കാരണമാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോകേണ്ട 100 കണക്കിന് വാഹനങ്ങൾ നിലവിൽ ചൈനീസ് തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഉടൻ അവസാനിക്കണമെന്നാണ് ബീജിംഗിന്റെ ആഗ്രഹം. ഇറാനെ ചർച്ചാമേശയിലേക്ക് എത്തിക്കുവാൻ ചൈന നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയാണ്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് ട്രംപിനെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ശ്രമിക്കുന്നത്. അങ്ങനെ മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടിയിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നിർണായകമായുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ചൈന പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. യുദ്ധം മൂലം അമേരിക്കയുടെ ആഗോള സ്വാധീനം അത് കുറയുന്നത് ചൈനയ്ക്ക് താല്പര്യമുള്ള കാര്യമാണ്. എങ്കിലും അസ്ഥിരമായിട്ടുള്ള ഒരു അമേരിക്കൻ ഭരണകൂടം അത് ആഗോള വ്യാപാരത്തിന് ഗുണകരമാകില്ല എന്ന് ചൈന തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളിൽ ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ചൈന മാറുകയാണ്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ചൈന ചർച്ചകൾ സജീവമാക്കുകയാണ്. ഗോങ്ഷുവിലെ കാൻഡൻ ഫെയറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളും റോബോട്ടുകളും ചൈനയുടെ ഭാവിയിലേക്കുള്ള ചുവടുവെപ്പായി ബീജിംഗ് ഉയർത്തിക്കാട്ടുന്നു. അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചൈന സാങ്കേതിക വിദ്യയിൽ നിന്ന്, എന്നാൽ താഴെത്തട്ടുള്ള തൊഴിലാളികളുടെ ദുരിതം ചൈനയുടെ മുന്നേറ്റത്തിന് മങ്ങലേറ്റി. ആഗോള എണ്ണ വിപണിയിലെ ചാഞ്ചാട്ടം ചൈനയുടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലേക്കുള്ള മാറ്റം വേഗത്തിലാക്കുന്നുണ്ട്. എങ്കിലും കയറ്റുമതിയെ ആശ്രയിച്ചു കഴിയുന്ന ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷിതമായിട്ടുള്ള ഗതാഗതം അനിവാര്യതയാണ്. യുദ്ധം നീണ്ടുപോയാൽ അത് ചൈനയുടെ ആഭ്യന്തര സ്ഥിരതയെ പോലും ബാധിക്കും. നയതന്ത്ര തലത്തിൽ ചൈന കരുത്തുറ്റ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും ഷീ ജിൻപിങ് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് നൽകുന്നത് എന്നതാണ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുവാൻ അമേരിക്കയെക്കാൾ കൂടുതൽ
നിലവിലെ സാഹചര്യത്തിൽ ചൈന ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. മെയ് മാസത്തിലെ ഉച്ചകോടി ചൈനയുടെ സാമ്പത്തിക ഭാവിയിൽ തന്നെ നിർണായകമാകുന്ന ഒരു തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ അമേരിക്കയിൽ വെടിപൊട്ടിച്ചുകൊണ്ടുള്ള ചൈനയുടെ കടന്നുവരവ് എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ട്രംപിനെ തളയ്ക്കാനായിട്ടുള്ള ചൈനയുടെ യാത്ര അങ്ങ് അമേരിക്കയിൽ വരെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ ചൈനയ്ക്ക് അമേരിക്കയേക്കാൾ പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന താല്പര്യമുണ്ട്, മോഹമുണ്ട്.